ഇത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ വീട്. തുർക്കിയിലെ അതിപുരാതന നഗരമായ എഫെസസിലെ ഈ കൊച്ചു വീട്ടിലാണ് യേശുക്രിസ്തുവിന്റെ കുരിശാരോഹണ മരണത്തിന് ശേഷം മരണം വരെ കന്യാമറിയം ജീവിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുർക്കിയിലെ സെൽച്ചുക്കിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ കൊറസസോസ് കുന്നിൻമുകളിലാണ് കത്തോലിക്ക ദേവാലയമായ ഹൗസ് ഓഫ് വിർജിൻ മേരി. ക്രിസ്തുവിന്റെ കാലശേഷം മേരി മാതാവിനെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്നും ശിഷ്ടകാലം ഈ കൽച്ചുമരുകൾക്കുള്ളിൽ കഴിച്ചുകൂട്ടിയെന്നും വിശ്വാസികൾ കരുതുന്നു. ക്രിസ്ത്യൻ മുസ്ലിം തീർത്ഥാടകർ ഒരുപോലെ ആരാധനയ്ക്കായി ഇവിടേക്കെത്തുന്നു. ധ്യാന ചിഹ്നങ്ങൾ കൊത്തിവെച്ച കൽഫലകങ്ങളുടെ പരമ്പര കടന്നെത്തുന്നത് അതിപുരാതനമായ മാമോദിസ കുളത്തിലേക്കാണ്. റോമാക്കാരെ ഭയന്ന് എഫെസസിൽ അഭയം കണ്ടെത്തിയ ക്രിസ്തുമതാനുയായികൾ മാമോദിസ കർമ്മം അനുഷ്ഠിച്ചിരുന്ന കുളമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന റോമൻ കത്തോലിക്ക സന്യാസിനി സ്വർഗീയ ആൻ കാതറിൻ അമ്മറീക്കിന്റെ ദിവ്യദർശനങ്ങളിൽ ഈ പുണ്യഭൂമിയെക്കുറിച്ച് വിശദമായ വിവരണങ്ങളുണ്ടെങ്കിലും കത്തോലിക്ക സഭ ഇതിന്റെ ആധികാരികത ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ 1896 മാർപ്പാപ്പ ഇവിടം സന്ദർശിച്ച് ആശീർവദിച്ചതിനെ തുടർന്ന് പിന്നീട് വന്ന പോപ്പുമാർ കാലാകാലങ്ങളായി ഇവിടെ എത്തി അനുഗ്രഹം ചൊരിയുകയും ചെയ്തതോടെ കന്യാമറിയത്തിന്റെ ഭവനം ലോകശ്രദ്ധയാകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറി. ഈ ദേവാലയം വളരെ ലളിതമായ ഒരു ചാപ്പലാണ്. അതിവിശാലമല്ലെങ്കിലും അപ്പോസ്തലകാലത്തെ ചരിത്രാവശിഷ്ടങ്ങൾ പുനഃസ്ഥാപിച്ചപ്പോൾ കാലം കഥ പറയുന്ന കല്ലുകളും പുതിയ കാലം ചെത്തിമിനുക്കിയ കല്ലുകളും വ്യക്തമായി തിരിച്ചറിയാനാകും. ചാപ്പലിനുള്ളിൽ ഒറ്റ മുറി മാത്രമാണുള്ളത്. മുറിയുടെ നടുവിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെ ലളിതസുന്ദരമായ വലിയൊരു രൂപം. 1951 പോപ്പ് പിയസ് 12 മാർപ്പാപ്പ ഈ സ്ഥലം വിശുദ്ധ ഇടമായി പ്രഖ്യാപിച്ചു. വലതുഭാഗത്തുള്ള ചെറിയ മുറി വിശുദ്ധ കന്യാമറിയത്തിന്റെ ഉറക്കറയും വിശ്രമമുറിയുമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ മുറിയിലൂടെ അക്കാലത്ത് ഒരു ചെറിയ അരുവി ഒഴുകിയിരുന്നുവെന്നും ആ അരുവിയിലെ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോഴും വിശ്വാസികൾ ഇവിടെ നിന്ന് രോഗശാന്തിക്കും സന്താനലബ്ധിക്കുമായി ഈ തീർത്ഥം കഴിക്കുന്നു. What is this? This is the healing water. Now after that I drank this water, then I തീർത്ഥാടകരുടെ പാപം മെഴുകുതിരിയായി ഇവിടെ സ്വയം ഉരുകിത്തീരുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഭവനം സന്ദർശിക്കുന്നവർ ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്താതെ മടങ്ങിപ്പോകാറില്ല. ഈ അഭിലാഷ ചുമരിൽ തീർത്ഥാടകർ തുണിയിലോ കടലാസിലോ തങ്ങളുടെ സ്വപ്ന സാഫല്യത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ളവരുടെ ആശയ അഭിലാഷങ്ങളാണ് വിഷിംഗ് വാൾ എന്നറിയപ്പെടുന്ന ഈ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നത്. കാനഡയിലേക്കൊരു വിസ വേണമെന്നും അവിടെ കുട്ടികൾക്ക് ജോലി കിട്ടണമെന്നുമുള്ള ഏതോ അജ്ഞാതന്റെ അഭിലാഷക്കുറിപ്പാണ് ഈ കടലാസിൽ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് എഫെസസിനാണ് ഹൗസ് ഓഫ് വിർജിൻ മേരിയുടെ സംരക്ഷണ ചുമതല. 1955 മുതൽ സൊസൈറ്റി ഇത് സംരക്ഷിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളുടെ ആശാകിരണമാണ് തുർക്കിയിലെ എഫെസസിലുള്ള ഹൗസ് ഓഫ് വിർജിൻ മേരി.